ആദ്യഘട്ടത്തിൽ പലയിടങ്ങളിലായി പറഞ്ഞുകേട്ട ബി.ജെ.പിയുടെ ഏറ്റവും ശക്തിയായ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കുമെന്ന് റിപ്പോർട്ട്. ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് ശതമാനം കൂട്ടുന്ന ശോഭയെ പാലക്കാട് മത്സരിപ്പിച്ച് സീറ്റ് പിടിക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം. മണ്ഡലത്തിൽ മറ്റു പേരുകൾ പരിഗണനയിലില്ല. കേന്ദ്ര നേതൃത്വം അന്തിമ തീരുമാനവും എടുക്കും. ആറന്മുളയിൽ മത്സരിക്കാൻ എം.ടി. രമേശിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. വട്ടിയൂർക്കാവിൽ ആർ. ശ്രീലേഖയ്ക്കാണ് സാധ്യത. കെ. സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മത്സരിക്കും. മണ്ഡലത്തിൽ അനൌദ്യോഗിക പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. നേമത്ത് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് വി. മുരളീധരനും കാട്ടാക്കടയിൽ പി.കെ. കൃഷ്ണദാസും മത്സരിക്കും. അടുത്ത ദിവസം മുതൽ അനൌപചാരികമായ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് സൂചന. സാധ്യതാ പട്ടികയിൽ അവസാനഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രനും പാർട്ടി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനുമാണ് ഉണ്ടായിരുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാലക്കാട്ട് വനിതാ സ്ഥാനാർത്ഥിയെ പരിഗണിക്കണമെന്നായിരുന്നു സംഘപരിവാർ നിർദ്ദേശം. പ്രശാന്ത് ശിവനെ കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ച ആലത്തൂരിൽ പരിഗണിക്കാനാണ് സാധ്യത. 2016 പാലക്കാട്ട് ശോഭ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. 2021 ഇ. ശ്രീധരനിലൂടെ ബി.ജെ.പി. 2ാം സ്ഥാനം നിലനിർത്തി. പാലക്കാട് നഗരസഭാ അധ്യക്ഷനും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ പി. സ്മിതേഷിനാണ് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല. 2016 കോൺഗ്രസിലെ ഷാഫി പറമ്പിലായിരുന്നു ശോഭയുടെ എതിരാളി. 17,483 വോട്ടിനാണ് ഷാഫി ജയിച്ചത്. ശോഭ 40,076 വോട്ടുകൾ നേടി. 2021 ഇ. ശ്രീധരൻ മത്സരിച്ചപ്പോൾ ഷാഫിയുടെ ഭൂരിപക്ഷം 3,859 കുറഞ്ഞിരുന്നു. സിറ്റിംഗ് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്തായതോടെ പാലക്കാട് മണ്ഡലത്തിൽ ചലച്ചിത്ര താരം രമേശ് പിഷാരടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവുമെന്ന ചർച്ചകളും നടക്കുന്നുണ്ട്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പി. സരിനെ സ്ഥാനാർത്ഥിയാക്കാൻ CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് ശുപാർശ ചെയ്തിട്ടുമുണ്ട്. കോൺഗ്രസിൽ നിന്നും CPM-ലെത്തിയ സരിൻ 2024 പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. 2016 പാലക്കാട്ട് ശോഭ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ജില്ലാ ഘടകങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. 6 മണ്ഡലങ്ങളാണ് ശോഭയുടെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് ഏതായാലും ബി.ജെ.പിയുടെ വോട്ട് ശതമാനം കൂട്ടുന്നതിലുള്ള മികവാണ് ശോഭയെ തെരഞ്ഞെടുപ്പുകളിലെ താരമാക്കുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ആലപ്പുഴ ജില്ലയിൽ മാത്രം 4 നിയമസഭാ മണ്ഡലങ്ങളാണ് ശോഭാ സുരേന്ദ്രന് വേണ്ടി പറഞ്ഞിരുന്നത്. പിന്നീട് ഇത് മാറുകയായിരുന്നു. ഹരിപ്പാട്, ചെങ്ങന്നൂർ, കായംകുളം, അരൂർ എന്നീ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ശോഭ മത്സരിക്കണമെന്നായിരുന്നു ജില്ലാ ഘടകങ്ങളുടെ ആദ്യഘട്ടത്തിലെ ആവശ്യം. ഹരിപ്പാട് ബി.ജെ.പി. സമർപ്പിച്ച പട്ടികയിൽ ശോഭയല്ലാതെ മറ്റാരുമില്ലായിരുന്നു. ചെങ്ങന്നൂരിൽ സന്ദീപ് വാചസ്പതി കഴിഞ്ഞാൽ 2ാം പേരുകാരിയായിരുന്നു ശോഭ. കായംകുളത്തും അരൂരും കഴിഞ്ഞ തവണ BDJS മത്സരിച്ച മണ്ഡലങ്ങളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ ശോഭയുടെ മുന്നേറ്റമാണ് ജില്ലാ ഘടകങ്ങൾക്ക് പ്രേരണയായത്. 2019 ഇവിടെ ഡോക്ടർ KS രാധാകൃഷ്ണന് 1,87,729 വോട്ട് ലഭിച്ചപ്പോൾ 2024 ശോഭയ്ക്ക് കിട്ടിയത് 2,99,648 വോട്ടുകളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടം കണക്കിലെടുത്ത ഒറ്റപ്പാലം, ഷൊർണൂർ, കോങ്ങാട് മണ്ഡലങ്ങളിലും നീക്കം ഊർജിതമാണ്. ഷൊർണൂരിൽ വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ, ജനറൽ സെക്രട്ടറി E. P. നന്ദകുമാർ എന്നിവരും, ഒറ്റപ്പാലത്ത് മേജർ രവി, മുൻ ജില്ലാ പ്രസിഡന്റ് K. M. ഹരിദാസ് എന്നിവരും പരിഗണനയിലുണ്ട്. കോങ്ങാട് മണ്ഡലത്തിൽ ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷിനെ സാധ്യത പറയുന്നുണ്ടെങ്കിലും ജില്ലയിലുള്ള നേതാവിനായിരിക്കും മുൻഗണന. നെന്മാറയിൽ NDA ഘടകകക്ഷി BDJSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് S. അനുരാഗ് ആയിരിക്കും സ്ഥാനാർത്ഥി. ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും തീരുമാനമുണ്ടാവുക. തെരഞ്ഞെടുപ്പിൽ സജീവമായി ഇറങ്ങുന്ന RSS ബൂത്ത് തല പ്രവർത്തനത്തിലും ഗൃഹസമ്പർക്കത്തിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പാർട്ടി ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കുന്ന നേമം മണ്ഡലത്തിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് മാത്രമാണ് പട്ടികയിലുള്ളത്. കഴക്കൂട്ടത്ത് വി. മുരളീധരനും കാട്ടാക്കടയിൽ പി.കെ. കൃഷ്ണദാസും മത്സരിക്കും. വട്ടിയൂർക്കാവിൽ ആർ. ശ്രീലേഖയുടെയും നടൻ G. കൃഷ്ണകുമാറിന്റെയും പേരുകൾ പട്ടികയിലുണ്ട്. മുൻ അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് തന്നെയാവും വീണ്ടും മത്സരിക്കുക. 2016 89 വോട്ടിനും 2021 855 വോട്ടിനും കൈവിട്ട മണ്ഡലം സുരേന്ദ്രൻ തന്നെ മത്സരിച്ച് പിടിച്ചെടുക്കുമെന്നാണ് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.